ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ആദ്യത്തെ ഫുഡ് ബ്ലോഗാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചക്കപ്പൂലും പരിപ്പും പിന്നെ വഴുതനങ്ങ തീയലും. അങ്ങനെ നമ്മൾ ചക്കപ്പൂതൽ പറിച്ചു. ഇനി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് ചക്കപ്പൂതലാട്ടോ. ആദ്യമൊന്നും ആയിട്ട് പറിക്കാൻ പറ്റിയില്ല, പിന്നെ നമ്മൾ നിർബന്ധിച്ച് പറിക്കാൻ വിട്ടാ കേട്ടോ. അങ്ങനെ നമുക്ക് ചക്കപ്പൂതൽ കറി വെച്ചാലോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണേ. ആദ്യം നമുക്ക് കുറച്ച് കഷ്ണങ്ങളാക്കി, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പുഴുങ്ങാം. അപ്പോൾ ഇത് മുറിച്ച് വെച്ച ചക്കപ്പൂതൽ പുഴുങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ വിളഞ്ഞർ കളയണം. വിളഞ്ഞർ ഇങ്ങനെ ഒപ്പിക്കളഞ്ഞിട്ട് വേണം പുഴുങ്ങാൻ വെക്കാൻ. ഇതിന് വിളഞ്ഞർ എന്നും പറയും, നമ്മുടെ നാട്ടിൽ വിളഞ്ഞർ എന്നാണ് പറയല്ലേ. പുറത്ത് കുറേ ഇവിടെ തെക്കോട്ടെല്ലാം പോയാൽ ചക്കപ്പശ എന്നെല്ലാം പറയുന്നേക്കാം. അങ്ങനെയെല്ലാം പറയുക, നമ്മൾ വിളഞ്ഞർ എന്നാണ് പറയുക. അപ്പോൾ ഇത് പുഴുങ്ങാൻ വെച്ച് പുഴുങ്ങിയതിന് ശേഷമായിരിക്കും ഇതിന് കരൂള് എന്ന് പറയും ഈ കരൂള്. ഈ പുഴുങ്ങിയതിന് ശേഷം ഈ കരൂള് വൃത്തിയിൽ അങ്ങ് ചെത്താൻ കിട്ടും. പുഴുങ്ങിയതിന് ശേഷം നമുക്കത് എന്നിട്ട് ഇതിൻ്റെ കൂഞ്ഞല്, നമ്മുടെ കൂഞ്ഞല് എന്നാ പറയുക. ഇത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ മാംസമുള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ ചെറിയ പീസാക്കി വേവിച്ച പരിപ്പിലോട്ട് കുറച്ച് മല്ലിയും കുറച്ച് മുളകും ചേർത്ത് തേങ്ങ അരച്ച് വാളം പുളിയും ചേർത്ത്. പിന്നെ ഇത് ചക്കപ്പൂതലും പരിപ്പും അല്ലാതെയും ഈ ചക്ക തോരൻ വെക്കാം കേട്ടോ. തോരൻ നമ്മ പറവെന്നാ പറയുക, പരിഷ്കാരമില്ല നാട്ടിലെല്ലാം തോരൻ എന്ന് പറയും. അപ്പോൾ പിന്നെ ഇത് നല്ലോണം ഇത് പുഴുങ്ങിയെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കടുകും ചുവന്ന മുളകെല്ലാം ഇട്ട് വഴറ്റിയിട്ട് അതിലോട്ട് ഇട്ടാൽ നല്ല വെളുത്തുള്ളിയും തേങ്ങയെല്ലാം ചേർത്ത് നല്ല ഒരു തോരനും ആവും. അല്ല ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചൂടെ? കുക്കറിൽ വേവിച്ചാൽ കുക്കറിനെല്ലാം ഇതിൻ്റെ വിളഞ്ഞറ് പറ്റും മോളെ. അതുകൊണ്ടാണ് കുക്കറിൽ വേവിക്കേണ്ടത്. ചട്ടിയിലാകുമ്പോൾ സ്വാദും കൂടി. ചട്ടിയിലാണ്, ഏത് മൺചട്ടിയിലാണ് എന്തും കറി വെക്കുന്നത്. അതാ ഞാനെപ്പോഴും അടുപ്പിൽ തന്നെ ആക്കുന്നത്. നിങ്ങൾക്ക് കരിയെല്ലാം കളയാൻ മടിച്ചിട്ടല്ലേ ഞാൻ കുക്കറിൽ പണിയെടുക്കാൻ മടിച്ചിട്ടല്ലേ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കുക്കറിൽ വെക്കുന്നു. ഞാനെല്ലാം കാണുന്നില്ലേ നീ ചട്ടിയിൽ വെക്കുന്നത്. ചക്കപ്പൂതൽ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആറിക്കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് പരിപ്പ് കഴുകി വേവിക്കാം. പരിപ്പ് വേവിക്കുന്നതാണ്. പരിപ്പ് വേവിക്കുന്നത് പരിപ്പ് വേകാൻ വെച്ചിട്ടുണ്ടേ. അപ്പോഴേക്കും ചക്കപ്പൂതൽ വൃത്തിയാക്കാം. നമ്മുടെ നാട്ടിൽ ചക്കപ്പൂതൽ എന്ന് പറയും, മറ്റുള്ള നാടുകളിൽ ഇടിച്ചക്കാന്നെല്ലാം പറയും. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ്. പരിപ്പ് വെന്തിട്ടുണ്ട്. ഞാൻ അതിൽ ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടുകയാണ് ഇപ്പോൾ. ഇനി നന്നായി അത് ഇളക്കി കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കഴിയുമ്പോൾ വേവിച്ച് വെച്ച ചക്കപ്പൂതൽ ഇതിലോട്ട് ഇട്ടു. ഇതിപ്പോൾ വേവിച്ചെടുത്ത ചക്കപ്പൂതൽ ഞാൻ അതിലോട്ട് ഇടുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുത്താൽ കുറേ തിളച്ച് കഴിയുമ്പോൾ തേങ്ങ അരച്ചതും ചേർത്ത് ശകലം പുളിയും ചേർത്താൽ നല്ല ഒരു കറിയായി. മല്ലി ഇടാൻ മറന്നുപോയി, ഞാൻ കുറച്ച് മല്ലി ഇടട്ടെ. മല്ലി ഇട്ടു. ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ഇടാം. കറിവേപ്പില ഇത് അരച്ച് വെച്ച തേങ്ങയാണ്, ഇത് ഇതിലോട്ട് ഒഴിക്കുകയാണ്. കുറച്ച് വാളംപുളിയും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇത് നന്നായി തിളച്ചാൽ പാകത്തിന് ഉപ്പ് നോക്കി നല്ലപോലെ തിളച്ച് കടുകും വറുത്തിട്ടിട്ട് നമുക്ക് കൂട്ടും. ഇതിലേക്ക് ഇപ്പോൾ കടുക് വറുത്തിട്ട് കേട്ടോ. ഇനി കുറച്ച് ഇളക്കി കൊടുത്ത് റെഡിയാക്കാം.
ഇന്നത്തെ സ്പെഷ്യൽ ചക്കപ്പൂതലും പരിപ്പും റെഡി ആയിട്ടുണ്ട്. അമ്മയുടെ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നേ. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഡെയിലി കാണാൻ വേണ്ടി ബെൽ ബട്ടണും അമർത്തണം. അപ്പോൾ ഓക്കെ, ബൈ.